അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ നല്ല ട്രെയിനിങ് ഉള്ള സ്ഥലമാണ്. സാധാരണ ട്രെയിനിങ് ആണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം നല്ല ട്രെയിനിങ് ഉള്ള സ്ഥലത്ത് എങ്ങനെ ഡ്രൈവ് ചെയ്യണം, എങ്ങനെ സേഫായിട്ട് യാത്ര ചെയ്യാം, അതിനെ പറ്റിയുള്ള ക്ലാസ്സാണ് ഇന്ന് തരുന്നത്. കൊച്ചിൻ്റെ പേരുന്ന് കെസിയ. ഓക്കെ കെസിയ, ഞാൻ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പം സൈഡ് പിടിച്ച് പോകണം ഒന്നാമത്. പിന്നെ ഈ നല്ല വര കണ്ടോ, മഞ്ഞ, അങ്ങോട്ട് നോക്കി, ആ മഞ്ഞ വര കാണുന്നുണ്ട. മഞ്ഞ വര മുട്ടരുത് ഒരു കാരണവശാലും. കാരണം വളവില് നമ്മൾ ഇടത്തോട്ട് തിരിക്കുമ്പോഴത്തേന് ഈ കാറിൻ്റെ മൂലയില്ലേ, ആ മൂല, ആ കോർണർ അത് ചെന്ന് നീങ്ങും, വലത്തോട്ട് നീങ്ങും. ഇടത്തോട്ട് വീശേണ്ട വണ്ടി കോർണർ വലത്തോട്ട് നീങ്ങും. അതുപോലെ നമ്മൾ എതിരെ വരുന്ന വാഹനങ്ങളില്ല, അത് പിന്നെ അത് വലത്തോട്ടല്ലേ വീശൻ്റെ. അപ്പോൾ അതിൻ്റെ കോർണർ ഇടത്തോട്ട് നീങ്ങും. അപ്പോൾ ആ കോർണറും കൂടെ നമ്മളറിയാതെ തന്നെ നീങ്ങും നടുക്കലേക്ക്. അപ്പോൾ അവിടെ സ്ക്രാച്ച് ആവും, ഇടിക്കുമെന്ന്. ഇടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, എന്തായാലും ആ പടം നിയന്ത്രണം വിടും, പേടിച്ചു പോകും. ചിലർ അറ്റാക്ക് വന്ന് ചത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ മഞ്ഞ വരുന്ന സംഭവമല്ലേ, അത് തൊടല് അങ്ങോട്ട് നീങ്ങാതിരുന്നാൽ മതി. ഏറ്റവും വളവിൻ്റെ ഏറ്റവും ചേർന്ന്, അതായത് ഇടത് സൈഡിലേക്കൂടെ ആണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്, ഏറ്റവും ചേർന്ന് തന്നെ നിൽക്കണം വളവിൽ. എന്നാൽ സ്ട്രൈറ്റ് പോകുമ്പോൾ ആ പ്രശ്നങ്ങളില്ലതാണ്. വളവിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇടത്തോട്ട് ഇരിക്കുമ്പോൾ വലത് സൈഡിലെ കോർണറില്ല, ഈ കോർണർ വലത്തോട്ട് നീങ്ങും. അപ്പം അപ്പുറത്തൂടെ എതിരെ വരുന്ന വാഹനങ്ങൾ അവരുടെ കോർണർ ഇങ്ങോട്ട് നീങ്ങും. അപ്പം ഇങ്ങോട്ടേക്ക് നടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് വളവിലെ ക്ലാസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് ഇട്ട് വണ്ടി എടുത്തു, ക്ലാസ് വഴി നോക്കിയെടുക്കും. വണ്ടിയിലെന്ന് തോന്നുന്നു പോവാം. പുറത്തേക്ക് എപ്പോഴാണ് ഇടേണ്ടത്? ആയിട്ട് സെക്കൻഡ് അടുത്ത. അപ്പോൾ ഇതിലെ വാഹനങ്ങൾ വരുന്നത് കാണാമല്ലോ. അപ്പോൾ ആ വാഹനങ്ങൾക്ക് തട്ടാതെ ഉണ്ട്, മുട്ടാതെ ഉണ്ട്, സൈഡ് ചേർന്ന് നിന്ന് മാക്സിമം ചേർന്ന് നിൽക്കുക. അല്ലെ ഇങ്ങനെയുള്ള വണ്ടിയാണ് അതിന് വാല് പോലെ ഇടത്തടിക്കും. അന്നേരപ്പോഴും ഒരു പ്രശ്നമാവില്ലേ, ഒരു സീനൊപ്പിക്കുകയല്ലേ അവിടെ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇട സൈഡ് ചേർന്ന് തന്നെ നിൽക്കണം വളവില് കേട്ടോ. അത് നാണക്കേടൊന്നും വിചാരിക്കരുത്. അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല കൂട്ട് സഹായിക്കാനൊന്നും, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നാണക്കേടൊന്നും വിചാരിക്കേണ്ട, സൈഡ് ചേർന്ന് തന്നെ പോകണം. ഓരോ അറിയാൻ മേലാതെ ഒരാളിനെ പോലെ തന്നെ ഓടിച്ചു, നമുക്ക് തട്ടായിരുന്നാൽ പോരെ. ഓക്കെ, അപ്പോൾ അങ്ങനെ പോവാം. ഇപ്പോൾ ഒരു വണ്ടി പാസ് ചെയ്തു അല്ലേ, അത് ക്ലിയർ ആയിരുന്നു. നമുക്ക് തട്ടാതെ തന്നെ സൈഡ് തന്നെ പിടിച്ച് ഓടിക്കാനായിട്ട് സാധിച്ചു. ഇനിയിപ്പം വലത്തോട്ടുള്ള വളമാണ് അല്ലേ, വലത്തോട്ട് ഉള്ള വളമാണെങ്കിലും ഇടത്തോട്ട് ചേർന്നില്ലേ, മഞ്ഞ വരെ മുട്ടിയോ ഇല്ലല്ലോ. അത് ആ വണ്ടി സുഖമായിട്ട് പോകുന്നുണ്ടോ. അതാണ് നമ്മൾ സൈഡ് ചേർന്ന് നിന്നുകൊണ്ട് വളരെ സേഫായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിച്ചു. തട്ടുക മുട്ടുക ഒന്നും ചെയ്യത്തില്ല ജീവിതത്തിൽ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ് ഇന്ന് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.